യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ലൂക്കാ സുവിശേഷം 24:49. നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം. ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം. പ്രാർത്ഥിച്ച് 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 നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കറിയാം പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ ശക്തി, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആവശ്യകത, ഭാഷാപരത്തോടുള്ള പ്രാർത്ഥന ആവശ്യകത, ഇതേക്കുറിച്ചെല്ലാം വിശുദ്ധ ബൈബിൾ നമ്മളെ കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വളരുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാത്രമേ ആത്മീയ ജീവിതത്തിൽ വളരുകയുള്ളൂ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വരം, പ്രാർത്ഥനാ വരം, ഭാഷാവരം, മധ്യസ്ഥ പ്രാർത്ഥന വരമെല്ലാം എല്ലാവർക്കും നൽകണമേ. പ്രാർത്ഥനയെക്കുറിച്ച്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച്, എങ്ങനെ പ്രാർത്ഥിക്കാമെന്നെല്ലാം പരിശുദ്ധാത്മാവേ അവരെ പഠിപ്പിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 18-19 വചനം പറയുന്നു: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ലഹരി വസ്തുക്കൾ നിങ്ങൾ കുടിച്ച് ഉന്മത്തരാകാനായിട്ട് പോകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് മാറും. പ്രാർത്ഥനയോടുള്ള വലിയ ഇഷ്ടം, എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് ആത്മാവിൽ നിറവുള്ള ഈ വ്യക്തിക്ക് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ലഹരിയുള്ളവരായി തീരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ്. ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ലഹരിയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നിരന്തരമായൊരു പ്രാർത്ഥന ഉണ്ടാവണം. അപ്പസ്തോലന്മാർ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം സിഗ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ച് 10 ദിവസം ഏക മനസ്സോടെ പ്രാർത്ഥിച്ച് 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 ദൈവാത്മാവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നു. നിരന്തരമായൊരു പ്രാർത്ഥനയുടെ മൂർധന്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് തീനാവായിട്ട് അവരുടെ മേൽ ഇറങ്ങി വരുന്നത്. അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോസ്തലന്മാർക്ക് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കാൻ കൃപ കിട്ടി. ഭാഷാവൃത്തി സംസാരിച്ചു. ജനങ്ങൾ മാനസാന്തരപ്പെടുന്നു. വലിയ സംഭവങ്ങൾ പന്തക്കുസ്തായിൽ നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ശക്തമായൊരു പ്രാർത്ഥനയുണ്ട്. യേശു പറഞ്ഞിരുന്നു, ജെറൂസലേം വിട്ടു നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം, ഇവിടം വിട്ടു പോകരുത്, നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്.
അത് നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്ന് മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു, യേശു അതിരാവിലെ എണീറ്റ് വിജനപ്രദേശത്തേക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചു. ജനക്കൂട്ടം വന്നപ്പോൾ അവൻ പിന്മാറി മലയുടെ മുകളിലേക്ക് പോയി രാത്രി മുഴുവൻ പിതാവിനോടൊത്ത് ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. താബോർ മലയിലേക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി താബോർ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം പ്രശോഭിതമായി, സൂര്യനെ വെല്ലുന്ന വണ്ണം അവൻ്റെ മുഖം പ്രകാശിച്ചു. വസ്ത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുവാൻ തുടങ്ങി. പത്രോസും യാക്കോബും യോഹന്നാനും വെട്ടിയടിച്ചു വീഴുകയാണ്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു രൂപാന്തരപ്പെടുന്നത്. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിന്, മനസ്സിന്, ശരീരത്തിന്, ആത്മാവിനെല്ലാം മാറ്റമുണ്ടാകും, രൂപാന്തരീകരണം ഉണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വെട്ടിത്തിളങ്ങുന്ന ഒരു മുഖം, സൂര്യനെ വെല്ലുന്ന പ്രഭയിൽ യേശു നിൽക്കുന്ന കണ്ട് യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാർ നിലം പറ്റ വീഴുകയാണ്. വലിയൊരു അഭിഷേകത്തിൽ അവർ നിലംപതിച്ചു. അവർ നിലംപതിച്ചവിടെ കിടക്കുമ്പോൾ ഒരു സംസാരത്തിൻ്റെ സ്വരം കേട്ടു. അവരെ ശ്രദ്ധിച്ചു. ഏലിയായും മോസസും പഴയ നിയമത്തിലെ അതിശക്തരായ 2 പ്രവാചകന്മാർ അവർ യേശുവോട് സംസാരിക്കുക, വരാനിരിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ച് സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി നമ്മൾ മാറണം. പ്രാർത്ഥനയിൽ നമ്മൾ മടുക്കാതിരിക്കുക. എന്താണ് ഭൗതികമായ കുറേ കാര്യങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നതല്ല പ്രാർത്ഥന. അത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം, അത് പറഞ്ഞോളൂ, അതൊരു വശത്ത്. പക്ഷെ ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ പ്രസൻസിൽ നമ്മളായിത്തീരുക എന്നുള്ള, ദൈവവുമായിട്ടുള്ള ഹൃദയബന്ധത്തിലേക്ക് വരിക. ദൈവം എന്നോട് സംസാരിക്കും, ഞാൻ ദൈവത്തോട് സംസാരിക്കും. അത് പരസ്പരം ദൈവവുമായിട്ടുള്ള ആ വലിയ ഒരു സംസാരത്തിൻ്റെ ആത്മാവിലുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്ന യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശുദ്ധ പാദ്രിപ്രിയോ പറയുകയാണ്, സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. റൂം തുറക്കാൻ പൂട്ടിയ റൂം അതേ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. പ്രാർത്ഥന മാത്രം പോരാ കേട്ടോ. വിശ്വാസ ജീവിതം വേണം, വിശുദ്ധ ജീവിതം വേണം, ഉപവാസം വേണം. ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യർക്ക് ലേഖനത്തിൽ 19, 20, 21 വചനം പറയുന്നു, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഇതെല്ലാം പ്രാർത്ഥനയാണ്. ഇവിടെ പറയുന്നു സങ്കീർത്തനങ്ങളാൽ. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നത്, സങ്കീർത്തനം പാടുന്നത്, സങ്കീർത്തനം നമ്മൾ ചൊല്ലുന്നത് എത്രയോ നല്ലതാണെന്നറിയോ? എത്രയോ പേരാണ് മുടങ്ങാതെ 91-ാം സങ്കീർത്തനം, 31-ാം സങ്കീർത്തനം ചൊല്ലുന്നവർ. ചില എല്ലാ ദിവസവും 51-ാം സങ്കീർത്തനം ചൊല്ലി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 23-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളൊക്കെ യേശു ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയണം, ഇത് പ്രാർത്ഥനയാണ്. സങ്കീർത്തനം വായിക്കുന്നതും പാടുന്നതുമെല്ലാം പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും, ഗാനങ്ങൾ ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഗാനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം സീറോ മലബാർ കുർബാനയിൽ പാടുന്ന ആ പാടുന്ന പാട്ടുകൾ, ആ ഗാനങ്ങൾ എത്ര അഭിഷേകമാണ്, എത്ര മനോഹരമാണ്. വൈദികനോടൊപ്പം ചേർന്ന് വിശ്വാസികൾ ഒന്നിച്ചു ചേർന്ന് പാടി ആരാധിക്കുമ്പോൾ അത് വലിയ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. ഗാനങ്ങൾ പാടുന്നത് ദൈവാരാധനയാണ്, പ്രാർത്ഥനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ചിലർക്ക് പാട്ട് ഇഷ്ടമല്ല,
ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതും അതോടൊപ്പം പാടുന്നതും ഒക്കെ നല്ലതാണ്. ഇടയ്ക്ക് ഭക്തിഗാനമൊക്കെ അറിയാമെങ്കിൽ അറിയാവുന്ന പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുക, ദൈവത്തെ സ്തുതിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുക, തിരുരക്തത്തിൻ്റെ പാട്ട് പാടുക, ഇതൊക്കെ നമുക്ക് അഭിഷേകമാണ്. എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള വഴികളാണ് ഇതൊക്കെ. ആത്മീയ ഗീതങ്ങൾ ആലപിക്കുക, ആത്മീയ ഗീതങ്ങൾ നമ്മൾ ആലപിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം സഭയുടെ പ്രത്യേക പ്രാർത്ഥനകൾ, സപ്രാ പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകളൊക്കെ ഒത്തിരിയേറെ പാട്ടുകളുണ്ട്, ഒക്കെ ഒത്തിരിയേറെ അത് പ്രാർത്ഥനയാണ് കേട്ടോ. അതെല്ലാം പ്രാർത്ഥനയിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. പരസ്പരം നമ്മൾ സംഭാഷണം ചെയ്യുക, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുക, ഗാനാലാപത്താൽ ദൈവത്തെ പ്രകീർത്തിക്കുക. അത് വലിയ പ്രാർത്ഥനയാണ്. ഗാനാലാപത്തോടെ ദൈവത്തെ പ്രകീർത്തിക്കുക, ആരാധിക്കുക. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. പരസ്പരം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുക, ചർച്ച ചെയ്യുക, തർക്കിക്കാൻ വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരസ്പരം അത് നമ്മൾ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഉള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുക, അതുപോലും പ്രാർത്ഥനയാണെന്ന അപ്പസ്തോലൻ പറയുന്നത്. ആ പ്രാർത്ഥനയുടെ വ്യത്യസ്ത മുഖങ്ങൾ നമ്മളെ പൗലോസപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. പലരും ചെയ്യാത്തൊരു കാര്യമാണത്. നമ്മൾ എല്ലാറ്റിനും വേണ്ടി നന്ദി പറയണം, എപ്പോഴും നന്ദി പറയണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം, കർത്താവ് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയണം, ആത്മീയ അഭിഷേകം നന്ദി പറയണം, വരദാനങ്ങൾ നൽകിയ നന്ദി പറയണം, ഓരോ ദിവസവും കർത്താവ് വഴി നടത്തുന്ന നന്ദി പറയണം, നമ്മുടെ കടബാധ്യത എടുത്തു മാറ്റി നന്ദി പറയണം, നല്ല മക്കളെ നൽകിയ നന്ദി പറയണം, നല്ല വീട് നൽകിയ നന്ദി പറയണം, നല്ല വാഹനം നൽകി നന്ദി പറയണം. അവിടെ എല്ലാറ്റിനും അവിടെ പറയുന്നു പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിന് നമ്മൾ നന്ദി പറയുക, കൃതജ്ഞത അർപ്പിക്കുക. അപ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം ഇത് തിരിച്ചറിയണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച സന്ധ്യാനമസ്കാരം, ഒരു അരമണിക്കൂർ ജപമാലയിൽ നല്ല മറ്റെന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നു, അത് മാത്രമേ പ്രാർത്ഥനയുള്ളെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. അങ്ങനെ അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് എപ്പോഴും കൃതജ്ഞത അർപ്പിക്കുക, നന്ദി പറയുക. കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുന്നു, അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി പറയുന്നു, തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി പറയുന്നു, സഹനങ്ങളിൽ ആശ്വാസം നൽകി ബലം നൽകി നന്ദി പറയുന്നു, അത്ഭുത രോഗശാന്തി നൽകി നന്ദി പറയുന്നു, മക്കൾക്ക് പഠിക്കാനുള്ള അവസരം നൽകി നന്ദി പറയുന്നു. എല്ലാത്തിനും നമുക്ക് നന്ദി പറയാൻ സാധിക്കണം. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പരസ്പരം നിങ്ങൾ വിധേയപ്പെടണം, പരസ്പരം നമ്മൾ മാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലാണ്. സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഗാനാലാപത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് നന്ദി പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. ആത്മീയ കാര്യങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാറ്റിനും യേശുവിന്റെ നാമത്തിൽ പിതാവിന് കൃതജ്ഞത അർപ്പിക്കണം, അതും പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പിന്നെ രാത്രിയുടെ യാമങ്ങളിലോ പ്രഭാതത്തിലോ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ചില വ്യക്തികളൊക്കെ വെളുപ്പിനെ 3 മണിക്ക് ഉണർന്ന് എണീറ്റിരുന്ന് പ്രാർത്ഥന ആരംഭിക്കും. വെളുപ്പിനെ 3 മണിക്കൊക്കെ ഉണർന്ന് എണീറ്റിരുന്ന് 3 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. നിരന്തരമായിട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. സങ്കീർത്തനം 119 147 148 വചനങ്ങൾ. അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവസന്നിധിയിൽ സഹായത്തിനു വേണ്ടി നിലവിളിക്കുക, പ്രാർത്ഥിക്കുക.
കർത്താവ് എന്നെ സഹായിക്കണം, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്നെക്കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കർത്താവിനോട് പറയാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, കരഞ്ഞു പ്രാർത്ഥിക്കാം, പ്രഭാതത്തിൽ ഉണർന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ വചനം വായിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും പ്രാർത്ഥനയാണ്, വലിയ പ്രാർത്ഥനയാണ്. അതിനകത്തൊരു ജാഗരണമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു തീഷ്ണത അല്ലേ. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ, എല്ലാം നിശബ്ദയിലാകുമ്പോൾ ശാന്തമായിട്ട് ആ വചനമൊക്കെ വായിച്ച് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ധ്യാനിക്കുക ദൈവത്തിൻ്റെ വചനങ്ങൾ. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കാരുണ്യപൂർവ്വം എൻ്റെ സ്വരം കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ നീതിയാൽ എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ. പറഞ്ഞോ, കാരുണ്യപൂർവ്വം എൻ്റെ സ്വരം കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കർത്താവേ അങ്ങ് കേൾക്കണം. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഏത് യാമത്തിലും നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അത് അവനവൻ്റെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് വലിയ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ വചനത്തിൽ നമ്മളെ ആഴമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും വായിക്കുന്നു പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ഇസ്രായേലും അമലേക്യരുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ മോശ മലയിലേക്ക് കയറിപ്പോയി. യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്, പടയാളികളെ നയിക്കുന്നത് ജോഷുവയ. മലയിലേക്ക് പോയിട്ട് മോശ കൈകൾ വിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഓരോ കുടുംബത്തിൻ്റെയും കുടുംബനാഥൻ, ഓരോ കുടുംബത്തിൻ്റെയും കുടുംബനാഥൻ കൈ വിരിച്ചു പിടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് മറുപടി നൽകും, മറുപടി കിട്ടും. ഓരോ ഇടവകയ്ക്കും വേണ്ടി ആ ഇടവകയെ നയിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ കൈ വിരിച്ചു പിടിച്ച് ബലിപീഠത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ ഇടവക അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവ് അധികാരം കൊടുത്ത് ആരെ ആക്കിയിരിക്കുന്നുവോ, ഒരു കുടുംബനാഥൻ, ഒരു പുരോഹിതൻ, അല്ലെ ഒരു ബിഷപ്പ്, ആരുമാവട്ടെ, അവർ കരങ്ങൾ വിരിച്ചു പിടിച്ച് ബലിപീഠത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഓരോ കുടുംബനാഥൻ്റെ ദൗത്യമായത് പ്രാർത്ഥിക്കുക. ഇവിടെ ഇതാ ദൈവജനത്തെ നയിക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയ മോശ മലയിലേക്ക് പോയിട്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ കൈകളൊക്കെ കുഴഞ്ഞ് താഴേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്തു? അഹറോനും ഹൂറും കൂടെ ആ കൈകൾ ഉയർത്തിപ്പിടിച്ചു. അഹറോനും ഹൂറും കൈകൾ ഉയർത്തിപ്പിടിച്ചു. അവര് സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതാ താഴ്വരയിൽ യുദ്ധം നടക്കുകയാ. യുദ്ധത്തിൽ ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന്റെ പിന്നിൽ മോശ എന്ന ദൈവത്തിന്റെ പ്രവാചകന്റെ ശക്തമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ മധ്യസ്ഥം, അതിന് വലിയ വിലയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന് ഒത്തിരി സ്വീകാര്യമാണ്. നമ്മൾ നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി, പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ലോകം മുഴുവൻ്റെ സമാധാനത്തിന് വേണ്ടി ഒക്കെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അതിന് നമ്മൾ മനസ്സ് കാണിക്കണം. നിരന്തരമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക. അത് ദൈവത്തിന് ഒത്തിരി പ്രീതികരമാണ്. പ്രത്യേകിച്ച് നമ്മൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഒത്തിരിയേറെ ഇഷ്ടമാണ്. മോശയുടെ കരങ്ങളൊക്കെ
ക്ഷീണിച്ചു, ശരീരമൊക്കെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അഹ്റോനും ഹൂറും കൂടെ ഒരു കല്ല് എടുത്തിട്ട് കൊടുത്തിട്ട് ആ കല്ല് ഇരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ കൈകൾ ഉയർത്തിപ്പിടിച്ചു സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. എന്താ ഈ മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രത്യേകത? കാരണം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചുമതല മോശയാണ് ഏൽപ്പിച്ചത്. ദൈവഭവനത്തിൻ്റെ ചുമതല മോശ ഏൽപ്പിച്ചത്. മോശ അക്കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മോശ വിശ്വസ്തനായിരുന്നു, വിശ്വസ്തയോടെ തന്റെ ദൗത്യം നിർവഹിച്ചു. ഒത്തിരിയേറെ വേദനയും സഹനങ്ങളുമൊക്കെ മോശക്കുണ്ടായി. പക്ഷെ അതെല്ലാം സഹിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി കൈകൾ വിരിച്ചു പിടിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന മോശ. ഈ ജനം പലപ്പോഴും മറുതലിച്ചു, മോശക്കെതിരെ പിറുപിറുത്തു. എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന മോശ. ജനത്തിനു മേൽ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഇതാ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറയുക, ഇവരെ അങ്ങ് ശിക്ഷിക്കരുത്. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വെട്ടിക്കളഞ്ഞു, അവരെ ശിക്ഷിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ദൈവത്തോട് വാദിക്കുന്ന മോശയെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ ജപമാല പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രമാണ്. ശക്തമായ പ്രാർത്ഥന. വിശുദ്ധ പാദ്രിപ്പിയോ ഒരു ദിവസം 40 ജപമാലയൊക്കെ ചെല്ലുമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നത്. നമുക്ക് സാധിക്കുന്നിടത്തോളം ജപമാലകൾ ചൊല്ലി ലോകത്തിനു വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ അഭിഷിക്തർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം. സങ്കീർത്തനം 120:1. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എനിക്ക് ഉറപ്പായിട്ടും ഉത്തരമരുളും. ഉത്തരം തരുന്ന ദൈവം. ജെറമ്യാ 33:3. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വമേറിയ നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് പ്രാർത്ഥനയിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ആ തീഷ്ണത തരിക. പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ ഉണർന്നിരിക്കാനായിട്ട് വചനം പറയുന്നു. പ്രാർത്ഥനയിൽ മാന്യം പാടില്ല. അമിതമായ ഉറക്കം, ക്ഷീണം, മടി, മടുപ്പ്, അലസത ഇതൊക്കെ മാറ്റി പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ ഉണർവ് ഉള്ളവരായിട്ട് മാറണം. ജീവിതത്തിന് വലിയ പ്രതിസന്ധികളും വേദനകളും കടബാധ്യതകളും രോഗങ്ങളും വൻ തകർച്ചകളും തിരിച്ചടികളും ഉണ്ടാകുമ്പോൾ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. യേശു തൻ്റെ പീഡാസഹനം ഏറ്റെടുക്കുന്നതിന് മുൻപ് റോമൻ പടയാളികൾക്ക് പിടികൊടുക്കുന്നതിന് മുമ്പ് യേശു ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുക. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറയുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് യേശു ഒരു കല്ലേറ് ദൂരം പോയി വീണ്ടും പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു. രക്തം വിയർക്കുക. കാരണം അത്രമാത്രം ഒരു മാനസിക വേദനയിലും വ്യഥയില യേശു പ്രാർത്ഥിക്കുന്ന. മാനവരാശിയുടെ ആ പാപത്തെ ഓർത്തുള്ള ഒരു നെഞ്ചു നീറുന്ന ഒരു വിമ്മിഷ്ടത്തിലാണ് യേശു പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളിൽ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ.
പരീക്ഷ ആരാണ് തരുന്നത്? നമ്മളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് പിശാചാ. ആ പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ, പിശാചിന്റെ ശക്തിയെ മറികടക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറണം. നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആത്മാവിൻ്റെ വലിയ നിറവ് നമ്മൾ പ്രാപിക്കണം. ആത്മാവിൻ്റെ വലിയ ശക്തിയും കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക, പിശാച് നമ്മളെ കുടുക്കിലാക്കും. പിശാച് പ്രാർത്ഥിക്കാത്ത വ്യക്തികളെ തൻ്റെ കെണിയിൽ ആക്കിക്കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ ജീവിതം തകർക്കുവാനായിട്ട് പിശാച് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. ഉണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ ഉണർന്നിരുന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ജോലി വേലകളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14 നമ്മൾ വായിക്കുന്നു. ഭാഷാവരത്തെക്കുറിച്ച് ശക്തമായിട്ടവിടെ പറയുന്നുണ്ട്. 13-ാമത്തെ വചനം. അതിനാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിലുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം. ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. പൗലോസ് പറയുക, എൻ്റെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പാടുകയും ചെയ്യും. ഞാൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കും. ഭാഷാവരമുള്ളവൻ മനുഷ്യനോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 14-18. നിങ്ങൾ എല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയാ. അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഞാൻ ഭാഷാവരത്തോടെ നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാഷാവരത്തിനു വേണ്ടി ആഗ്രഹിക്കണം, ഭാഷാവരത്തിന് പ്രാർത്ഥിക്കണം. ഭാഷാവരം നിരന്തരം നമ്മൾ ഉപയോഗിക്കണം. ഭാഷാവരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മീയവരങ്ങളുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. ഭാഷാവരമുള്ളവൻ ദൈവത്തോടാണ് സംഭാഷണം ചെയ്യുന്നത്. ഭാഷാവരം ഉള്ളവർ ഉപയോഗിക്കണം. ഇല്ലാത്തൊരു ഭാഷാവരത്തിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഭാഷാവരം നമുക്ക് കിട്ടും. അവൾ ഗെത്സമനിയിൽ യേശു രക്തം ചിന്തി പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പിശാച് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് പാഞ്ഞു നടക്കുക. അവൻ നിന്നെ വീഴ്ത്താതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് മാറണം. ഉപവാസം, പ്രാർത്ഥന കൊണ്ട് മാത്രമേ പിശാചിനെയും അവൻ്റെ ശക്തിയെയും തോൽപ്പിക്കാൻ സാധിക്കൂ. വലിയൊരു പ്രാർത്ഥനയുടെ കൃപ വരം നിങ്ങൾക്കെല്ലാവർക്കും ദൈവാത്മാവ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ജനത്തിൻ്റെ മേൽ അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഭാഷാവരം നൽകി അനുഗ്രഹിക്കണമേ. നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. വ്യത്യസ്തമായ കൃപകളാൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ മടുപ്പ് മാറിപ്പോവട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥനയിൽ അലസതയുള്ളവരുടെ അലസത മാറിപ്പോവട്ടെ. നിരന്തരം പ്രാർത്ഥിക്കുവാൻ, ഭാഷാവർത്തി പ്രാർത്ഥിക്കുവാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, പാട്ടുപാടി ആരാധിക്കുവാൻ, സങ്കീർത്തനങ്ങളാ ദൈവത്തെ സ്തുതിക്കുവാൻ, രാത്രിയുടെ യാമങ്ങളിൽ പ്രഭാതത്തിലൊക്കെ ഉണർന്നു പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.